നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിന് ഇനി കിരീട സാധ്യതകളില്ല. അൽ ഇത്തിഹാദിനോട് തോറ്റതോടുകൂടി അത് പൂർണ്ണമായിട്ടും മങ്ങിയിട്ടുണ്ട്. FC ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ തോൽക്കുന്ന നേരത്തെ നമ്മൾ കണ്ടു. അങ്ങനെ ഈ സീസണിൽ കിരീടങ്ങളില്ലാതെ കളി അവസാനിപ്പിക്കേണ്ടി വരും അൽ നസറിനും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസർ വിട്ടേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരികയാണ്. ഇത് പുറത്തുവിട്ടിരിക്കുന്നത് സ്പാനിഷ് മാധ്യമമായിട്ടുള്ള മാർക്കയാണ്. അവർ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. ഏതായാലും അതിലൊരു കാര്യം അവർ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അൽ നസറുമായിട്ട് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ടോക്കിലുണ്ടായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ അത് മരവിപ്പിച്ചിരിക്കുകയാണ് എന്ന്. അപ്പോൾ നമ്മൾ ആ വാർത്ത നോക്കിയാണ് അവർ ഉദ്ധരിച്ചുകൊണ്ട് goal.com അടക്കമുള്ളൊരിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ടു ലീവ് അൽ നസർ എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് സൂപ്പർ സ്റ്റാർ പുട്സ് കോൺട്രാക്ട് ടോക്സ് ഓൺ ഹോൾഡ് ആഫ്റ്റർ സീയിങ് സൗദി ക്ലബ് അഗെയിൻ ഫെയിൽ ടു ഡെലിവർ സിൽവർവെയർ വിത്ത് 40-year-old റെഡി ടു പ്ലേ അണ്ടിൽ ഹീ സ്കോർസ് 1000 goals എന്നാണ്. അതായത് 1000 ഗോളുകൾ നേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി കളി തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായിട്ടുള്ള അൽ നസർ ഒരിക്കൽ കൂടി കിരീടം ചൂടുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ടോക്ക് അദ്ദേഹം ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇവരുടെ വാർത്തയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം. അവർ പറയുന്നത്, മാർക്ക പറയുന്നത്, ക്രിസ്ത്യാനോ റൊണാൾഡോയും അൽ നസറും തമ്മിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെഗോസിയേഷനിലായിരുന്നു. 2 വർഷത്തേക്ക് അദ്ദേഹം വീണ്ടും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അൽ ഇത്തിഹാദിനോട് 3-2 തോൽക്കുക കൂടി ചെയ്തപ്പോൾ അദ്ദേഹം ഇപ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ചർച്ചകൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. അതോടൊപ്പം അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ 2023 സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം സൗദി ലീഗിൻ്റെ മുഖമാണല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആണ് അൽ നസറിൻ്റെ സ്ഥിതിവിശേഷത്തിൽ. അവിടെ നിന്ന് അദ്ദേഹം പോവുകയാണെങ്കിൽ സൗദി ലീഗിൽ തന്നെ മറ്റൊരു ക്ലബിലേക്ക് ചേക്കേറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എ സ്വിച്ച് ടു അനദർ സൗദി സൈഡ് നോട്ട് റൂൾഡ് ഔട്ട് എന്നുകൂടി അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞു. ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, സൗദി പ്രോ ലീഗിലും അതുപോലെ ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ ആയിട്ട് ഇത്തവണ കിരീടം ചൂടാനാവാതെ അൽ നസർ ഉഴറുമ്പോൾ CR7 ഇങ്ങനെ പരാജയപ്പെട്ടവനായി കാണാൻ ആരാധകർ ആഗ്രഹിക്കുന്നില്ല. സൗദി ലീഗിലും മറ്റുമൊക്കെ ആയിട്ട് അൽ നസർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കോച്ച് സ്റ്റെഫാനോ പിയോളിയുടെ ടാക്ടിക്സിനെതിരെയും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.